ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസിമിനു ഡ്രീം ഗാർഡനിൽ നിന്നും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അഗ്ലോണിമയുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. നല്ല അടിപൊളി ഒരു സെയിൽ വീഡിയോ ആണ് വരുന്നത്. ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളൊന്നുമല്ല കേട്ടോ, അടിപൊളി ഒരു സെയിൽ വീഡിയോ അഗ്ലോണിമയുടെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യാം. ആദ്യം തന്നെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ നല്ലൊരു ഓണാശംസകൾ നേരുന്നു. നമ്മുടെ മുറ്റത്ത് നടക്കാൻ പോലും സ്ഥലമില്ലാത്തവണ്ണം പ്ലാന്റ്സ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഓൾറെഡി ഈ ആന്തൂരിയം പ്ലാന്റ്സുകളെല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയേക്കണാണ്. നമുക്കിവിടുന്ന് ഒരു കൊറിയർ പോലും പോയിട്ടില്ല കേട്ടോ. കാരണം കൊറിയർ ഓഫീസുകളെല്ലാം ഭയങ്കര ഡിലേ ആയതുകൊണ്ട് നമ്മൾ കൊറിയർ ഒന്നും അയച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ അഗ്ലോണിമയുടെ ഒരു 90% അഗ്ലോണിമയും സോൾഡ് ഔട്ടാണ് കേട്ടോ. എങ്കിലും അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ എന്താണ് ഇന്ന് അഗ്ലോണിമയുടെ വീഡിയോ വീണ്ടും ചെയ്യുന്നത്? ഇതിൽ ഈ റെഡ് അഗ്ലോണിമ ഒന്നും ഇല്ല കേട്ടോ. സെയിൽ വീഡിയോയ്ക്ക് ഇതൊന്നുമില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന അഗ്ലോണിമയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്കിവിടെ വന്നിരിക്കുന്നതിൽ ഒരു 90% അഗ്ലോണിമയും കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, ഒരു കോംബോ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ സോൾഡ് ഔട്ടാണ്. ഒരുപാട് പേര് വീണ്ടും പ്ലാന്റ്സുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഈ പ്ലാന്റ്സുകൾ ഇന്ന് റീസ്റ്റോക്ക് ചെയ്യാണ് കേട്ടോ. ഇതേ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ബൾക്ക് സ്റ്റോക്ക് അഗ്ലോണിമ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് വരുന്ന പ്ലാന്റ്സുകളുടെ ഒരു സെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പ്ലാന്റ്സുകൾ തന്നെയാണ് ഇന്ന് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് സെയിൽസ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് പ്ലാന്റുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് സീഡ്ലിംഗ് പ്ലാന്റ്സുകൾ നമുക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് സീഡ്ലിങ്സ് പ്ലാന്റ്സുകൾ വന്നിരുന്നു, റെയർ വെറൈറ്റീസുകൾ. അത് തന്നെ വീണ്ടും നമുക്ക് ഇന്ന് വൈകുന്നേരം വരുന്നുണ്ട്. അതിൻ്റെ ഒരു സെയിൽ വീഡിയോ നമ്മൾ നാളെ ചെയ്യുന്നതാണ് കേട്ടോ. ഇന്നിപ്പം നമുക്ക് ഇന്ന് വൈകുന്നേരം വരുന്ന വലിയ പ്ലാന്റ്സുകൾ, അതായത് കുറച്ച് കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കാവുന്ന പ്ലാന്റ്സുകളുടെ സെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇന്ന് മോസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് സെയിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഹോൾസെയിലായിട്ട് നമുക്ക് പ്ലാന്റ്സ് ബൾക്കായിട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ, അതായത് എങ്ങനെയാണ് ഹോൾസെയിൽ പർച്ചേസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഒരുപാട് വലിയ വീഡിയോ അല്ല, ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം പ്ലാന്റ്സുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഈ വീഡിയോ നമ്മൾ ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം കാണിക്കുന്നില്ല കേട്ടോ. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മോസ്റ്റ് ഒരു 90% പ്ലാന്റ്സുകളും സോൾഡ് ഔട്ടാണ്. നമുക്ക് ഇനി അടുത്ത ചൊവ്വാഴ്ച മുതലാണ് നമുക്ക്, അതായത് 9-ാം തീയതി മുതലാണ് നമുക്ക് കൊറിയറുകൾ ഇനി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ കയറ്റി വിടാനുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഇത്. ഓരോരുത്തർ പേയ്മെൻറ്റ് ചെയ്തിട്ടേക്കുന്ന പ്ലാന്റ്സുകളാണ് ഇരിക്കുന്നത്. ഇന്ന് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്ന പ്ലാന്റ്സുകൾ അത് മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഡ്രീം ഗാർഡനിൽ വരുന്ന പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓൾറെഡി ഗ്രൂപ്പിലുള്ളവർ ജോയിൻ ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഇന്നും നമ്മൾക്ക് ഒരു 2 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് തന്നെ വിചാരിക്കുന്ന ഒരു ഓണം ഗിഫ്റ്റ്, നമ്മൾ ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് എല്ലാ വീഡിയോയിലും നമ്മൾ ഗിഫ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് 2 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഗിഫ്റ്റ് പ്ലാന്റ് നാം സെലക്ട് ചെയ്തിരിക്കുന്നത് ജയ്പോങ് റെഡിൻ്റെ അഗ്ലോണിമയാണ് കേട്ടോ. ജയ്പോങ് റെഡിൻ്റെ അഗ്ലോണിമ നമുക്ക് 2 പേർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ ഒരു ജയ്പോങ് റെഡിൻ്റെ അഗ്ലോണിമ 2 പേർക്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ഗിഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റുകൾ ചെയ്യാം. ഡ്രീം ഗാർഡനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകളെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കമൻറ്റുകളിൽ നിന്ന് ലക്കി ഡ്രോ ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ്. നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ലക്കി ഡ്രോ ഇത് വിന്നർ അനൗൺസ്മെൻറ്റ് വയ്ക്കുന്നത്. കാരണം നമുക്ക് പിന്നീട് നറുക്കിടാനും പിന്നെ അതുപോലെ സ്റ്റാറ്റസ് വെച്ചിട്ടൊക്കെ നോക്കാനുള്ള സമയമില്ല, കുറച്ച് തിരക്കാണ്. അതുകൊണ്ടാണ് ലക്കി ഡ്രോ ആകുമ്പോൾ നമുക്ക് പണി എളുപ്പം കഴിയുമല്ലോ, അതുകൊണ്ടാണ് ലക്കി ഡ്രോയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. വേറെ ഒന്നും തോന്നരുത്. അപ്പോൾ 2 പേർക്കാണ് നമ്മൾ ജയ്പോങ് റെഡിൻ്റെ അഗ്ലോണിമ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. നമുക്കിന്ന് ചെറിയ കോംബോ മുതൽ നമ്മളിന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സുകളായിട്ട് നമുക്കൊന്ന് കാണാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് അഗ്ലോണിമ ജയ്പോങ് റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ. ജയ്പോങ് റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റും അതുപോലെ തന്നെ ചൈന പിങ്കിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റുമാണ്. ഇന്ന് ഈ പ്ലാന്റ്സിന് കോംബോ പ്രൈസ് വരുന്നത് 400 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ. ഇനി അതിനോടൊപ്പം നമ്മളൊരു സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് കൂടി ആഡ് ചെയ്യുന്നു. ഈ ഒരു സൈസിൽ സൂപ്പർ വൈറ്റ് കൂടി ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് 550 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത്.
അതിൻ്റെ കോംബോ ആയിട്ട് എടുക്കണമെന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ടും പ്ലാൻസ് അവൈലബിൾ ആണ്. സെപ്പറേറ്റ് ആകുമ്പോൾ ചെറിയൊരു വ്യത്യാസം പ്ലാനിൻ്റെ റേറ്റ് ഉണ്ടാവും കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറയുമ്പോൾ ജയ്പോങ് നാരോ ആണ് കേട്ടോ. അതായത് ലീഫ് നാരോ ഷേപ്പിൽ വരുന്ന ജയ്പോങ് റെഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു 4 പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 4 പ്ലാന്റും കൂടി ഒരു കോംബോ പ്രൈസ് വരുന്നത് 730 730 രൂപയാണ് ഈ ഒരു 4 പ്ലാന്റ്സിൻ്റെയും കൂടി കോംബോ റേറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ഒരു ആദ്യത്തെ ഒരു കോംബോ എന്ന് പറയുന്നത് കേട്ടോ. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കത് ഇവിടെ ഇരിക്കുന്ന പനാമ വെറൈറ്റികളും ലെഗസി വെറൈറ്റികളും വെച്ചിട്ടുള്ളൊരു കോംബോയാണ്. പ്ലാന്റ് സിംഗിൾ പ്ലാന്റ് ആയിട്ടും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ കോംബോ ആയിട്ടും അവൈലബിൾ ആണ്. കോംബോ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസിൽ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോംബോ ആകുമ്പോൾ നമുക്കുള്ള മെച്ചം എന്താ വെച്ചാൽ നമുക്ക് പ്ലാന്റ്സിൽ 8 വെറൈറ്റി പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ചെയ്യുന്നുണ്ട്. അപ്പോൾ 8 വെറൈറ്റി പ്ലാന്റ്സുകൾ നമുക്ക് ഇവിടുന്ന് മാറി കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു മാർജിൻ മാത്രമാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. വളരെ തുച്ഛമായിട്ടൊരു മാർജിൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം നല്ല വെറൈറ്റി പ്ലാന്റുകളാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റുകളായിട്ടൊന്ന് കാണാം. അപ്പം ചിലപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നൊരു വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലാന്റുകൾ ഇപ്പോൾ നമ്മളൊരു 8 വെറൈറ്റിയുടെ കോംബോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാന്റ് ചേഞ്ച് ചെയ്ത് ആ 8 വെറൈറ്റിയിൽ ഏതെങ്കിലും 2 എണ്ണം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, 3 എണ്ണം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോഴും പ്ലാന്റിൻ്റെ കോംബോ പ്രൈസിൽ വ്യത്യാസം വരുന്നില്ല. ആ ഒരു ഓഫറാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. അതായത് 8 വെറൈറ്റി പ്ലാന്റ്സുകൾ നമ്മൾ ഇന്നിവിടെ കാണിക്കും. ഇതിലേതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണ്ട, അതിന് പകരം അടുത്ത പ്ലാന്റ് 2 എണ്ണം തരുമോ അല്ലെങ്കിൽ 3 എണ്ണം തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്ലാന്റ്സുകൾ എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു പ്രൈസിൽ തന്നെ ചേഞ്ച് വരാതെ ഈ ഒരു കോംബോ പ്രൈസ് തന്നെ പ്ലാന്റുകൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു 8 വെറൈറ്റി പ്ലാന്റ്സുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ ആദ്യം കാണിക്കുന്നത് മഹാസോമ്പത്ത് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ളതുമായിട്ടുള്ള ഒരു ചെടിയാണ് മഹാസോമ്പത്ത്. ഒരു റയറസ്റ്റ് വെറൈറ്റി തന്നെയാണ്. അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു പ്ലാന്റാണ് മഹാസോമ്പത്ത് എന്ന് പറഞ്ഞ പ്ലാന്റ്. ഈ മഹാസോമ്പത്ത് തന്നെ കളർ ചേഞ്ച് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്താണ് വന്നിരിക്കുന്നത്. അതായത് ഗ്രീൻ കളർ കൂടുതലുണ്ട്, കുറച്ച് പിങ്ക് ഷെയ്ഡ് കയറിയതുണ്ട്, അങ്ങനെ പല കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ പ്ലാന്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോയിൽ കാണിച്ചതിന് ഇത്രയും കളർ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇത്രയും കളറായിരുന്നല്ലോ, അങ്ങനെ വിചാരിക്കരുത്. മഹാസോമ്പത്ത് തന്നെ പല രീതിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഞാൻ പറയണം, ആരും തെറ്റിദ്ധരിക്കരുത്. പ്ലാന്റ് കയ്യിലായിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ പ്ലാന്റുകൾ കൊടുക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല. അത് കണ്ടോ, ഇതിന് കുറച്ച് ഗ്രീൻ ഷെയ്ഡ് കൂടുതലൊക്കെ ആയിട്ടാണ് വന്നത്. ഹാഫ് മൂൺ പോലെയൊക്കെയാണ് വന്നിരിക്കുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഇതിന് കുറച്ച് വ്യത്യാസമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ പ്ലാന്റിലും കുറച്ച് വ്യത്യാസമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് മാത്രമാണ് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത്. മഹാസോമ്പത്ത് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്. കളർ കൂടിയും കുറഞ്ഞൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ കാണിച്ചത്. അപ്പോൾ ആദ്യത്തെ ഒരു വെറൈറ്റി മഹാസോമ്പത്ത് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇതിന് പ്രൈസ് വരുന്നത് 380 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുമ്പോൾ പിങ്ക് പനാമയാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ് പിങ്ക് പനാമ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വരുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇതുപോലത്തെ ഒരു കുഞ്ഞു കപ്പിലാണ് വന്നിരിക്കുന്നത്. ചെറിയ പോട്ടാണ് ഇത്, കണ്ടോ, ഒരു 2 ഇഞ്ച് പോട്ടൊക്കെയാണ് തോന്നുന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അയക്കുന്നത് ഈ ഒരു പോട്ടോടുകൂടി തന്നെ നമുക്ക് അയക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്ര ദൂരമായിട്ട് വേണമെങ്കിൽ നമുക്ക് സേഫായിട്ട് പ്ലാന്റ്സുകൾ എത്തും. പിന്നെ പോട്ടോടുകൂടി വരുന്ന പ്ലാന്റ്സിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അന്ന് തന്നെ നടണമെന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത്, ഇപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് മാത്രം നിങ്ങൾക്ക് റീപോർട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ എല്ലാം വിത്ത് പോട്ടായിട്ടായിരിക്കും വരിക കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ വെറൈറ്റി വരുന്നത് പിങ്ക് പനാമയാണ്. റേറ്റ് വരുന്നത് 380. അടുത്ത് വരുന്നത് റെഡ് പനാമയാണ് കേട്ടോ. അത്യാവശ്യം എല്ലാം നല്ല കളറുള്ള പ്ലാന്റുകൾ, അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത്. ഇനി റൂട്ടൊക്കെ ഉണ്ടോ എന്ന് പലർക്കും സംശയം തോന്നാം കേട്ടോ. നല്ല റൂട്ടും കാര്യങ്ങളുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ റൂട്ടൊക്കെ ഇതിക്കടെ മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട റൂട്ടുകളൊക്കെ ചിലതിൻ്റെയൊക്കെ റൂട്ടുകളൊക്കെ ഇങ്ങനെ പോട്ടും കവർ ചെയ്തിട്ടാണ് പോന്നിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ വെറൈറ്റി വരുന്നത് റെഡ് പനാമയാണ്. നാലാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിങ്ക് ലെഗസിയാണ്. അത്യാവശ്യം കളറുള്ള പിങ്ക് ലെഗസിയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇതുപോലത്തെ പിങ്ക് ലെഗസിയാണ്. അപ്പോൾ നാലാമത്തെ വെറൈറ്റി എന്ന് പറയുമ്പോൾ പിങ്ക് ലെഗസിയാണ് വന്നിരിക്കുന്നത്. അഞ്ചാമത്തെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് എൻക്വയറി ചെയ്യുന്ന ഒരു പ്ലാന്റ്സ് ആണിതാ പിങ്ക് എമറാൾഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിങ്ക് എമറാൾഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം എന്താ പ്ലാന്റ് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ പിങ്ക് എമറാൾഡാണ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വരുന്നത് പീച്ച് പനാമയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പീച്ച് പനാമയാണ്. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രക്കായ്പെറ്റാണ്. പ്രക്കായ്പെറ്റിൻ്റെ അത്യാവശ്യം നല്ല കളറൊക്കെയുള്ള പ്ലാന്റാണ് പ്രക്കായ്പെറ്റ്. എല്ലാം വിത്ത് പോട്ടാണ് വരുന്നത്. അടുത്ത് വരുന്നത് വൈറ്റ് ലെഗസി. അത്യാവശ്യം മാർക്കറ്റിലൊക്കെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ് വൈറ്റ് ലെഗസി എന്ന് പറഞ്ഞ പ്ലാന്റ്.
ലെഗസിയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ പ്ലാന്റ്സുകൾ ഇങ്ങനെ വിത്ത് പോട്ടായിട്ടൊക്കെ നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ നമുക്ക് പ്ലാന്റ്സുകളൊന്നും എത്തിച്ചേർന്നിട്ടില്ല. ഇങ്ങനെ വിത്ത് പോട്ടായിട്ട് നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ആദ്യമായിട്ട് പ്ലാന്റ്സ് എത്തിച്ചേർന്നത്. അപ്പോൾ അത്യാവശ്യം വൈറ്റ് ലെഗസിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ വൈറ്റ് ലെഗസി, അപ്പോൾ ഇങ്ങനെ നമുക്ക് 8 പ്ലാന്റ്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കാണിച്ച ഈ 8 പ്ലാന്റ്സും ഓരോ പ്ലാന്റ്സിനും റേറ്റ് വരുന്നത് 380 380 രൂപയാണ്. കോംബോ അല്ല, 380 രൂപയാണ് സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത്. 380 വെച്ചിട്ടാണ് സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി നമ്മൾക്കിത് കോംബോ പ്രൈസായിട്ട് എടുക്കുകയാണെങ്കിൽ 2600 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത്. അപ്പോൾ 2600 രൂപയ്ക്ക് ഈ പ്ലാന്റ്സ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇതിന് ഒരു പ്ലാന്റിന് 325 325 രൂപ വെച്ചിട്ട് മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. 325 രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ 8 പ്ലാന്റ്സിനും കൂടി 2600 രൂപയാണ്. നല്ലൊരു കോംബോ ഓഫറാണ് കേട്ടോ. ഇതുവരെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു അടിപൊളി ഒരു കോംബോ ഓഫറാണ് ഈ ഒരു ഓണമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കോംബോ ആയിട്ട് എടുക്കാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലെഗസി ഉണ്ട്, അല്ലെങ്കിൽ പനാമ പിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ പീച്ച് ഉണ്ട്, ഏതെങ്കിലും പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള ഏതെങ്കിലും പ്ലാന്റ് ഒരെണ്ണം കൂടി അഡീഷണൽ എടുക്കാം. അതായത് നിങ്ങളുടെ കയ്യിലുള്ള പ്ലാന്റ്സ് ഒഴിവാക്കിയിട്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും പ്ലാന്റ് എക്സ്ട്രാ വെക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയും ഒരു ഓഫർ നമ്മൾ തരുവാണ് കേട്ടോ. അപ്പോൾ 8 പ്ലാന്റ് സെയിം 8 എടുക്കണമെന്നില്ല. കയ്യിലുള്ള പ്ലാന്റ് ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും അഡീഷണൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കോംബോ ഓഫറാണ്. മാക്സിമം എല്ലാവർക്കും പർച്ചേസ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഓഫർ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പനാമകളുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് പീച്ച് പനാമ, പിങ്ക് പനാമ, റെഡ് പനാമ, ഈ 3 പനാമ വെറൈറ്റികളും വിത്ത് പോട്ടായിട്ട് അയക്കുന്നത്. നമുക്കിന്ന് പ്രൈസ് വരുന്നത് 1050 1050 രൂപയ്ക്കാണ് 3 പനാമകളുടെ ഒരു കോംബോ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് 3 പനാമ മാത്രമായിട്ട് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഓണത്തിൻ്റെ ഓഫർ വീഡിയോ. നല്ല അടിപൊളി വീഡിയോ അല്ലേ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി സെയിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഓഫറാണ്. അതായത് മിനിമം 5 പ്ലാന്റ്, അതായത് ഒരേ വെറൈറ്റി, ഇപ്പോൾ ലെഗസി ആണെങ്കിൽ ലെഗസി, അല്ലെങ്കിൽ പനാമയാണെങ്കിൽ പിങ്ക് പനാമയാണെങ്കിൽ പിങ്ക് പനാമ, അല്ലെങ്കിൽ പീച്ച് പനാമ അങ്ങനെ എടുക്കുന്നവർക്ക്, മിനിമം 5 പ്ലാന്റ് എടുക്കുന്നവർക്ക് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഹോൾസെയിലായിട്ട് പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ബൾക്ക് സ്റ്റോക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഹോൾസെയിലായിട്ട് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. ഇനി നമ്മളിവിടെ കാണിക്കുന്നത് ബുഷി പോട്ടാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ സോമ്പത്ത് എന്ന് പറഞ്ഞ മഹാസോമ്പത്ത് എന്ന് പറഞ്ഞ പ്ലാന്റ് കണ്ടിരുന്നു. അതിൻ്റെ ഡബിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റാണ് വരുന്നത്. ബുഷായിട്ട് നിൽക്കുന്ന ഡബിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 700. അതുപോലെ തന്നെ 3 ഷൂട്ടായിട്ടുള്ള ബുഷ് പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് 1000. അപ്പോൾ ഈ ചിലവർക്കൊക്കെ ബുഷി പോട്ടാണ് കേട്ടോ. ചില ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ ചോദിക്കാറുണ്ട് ബുഷി പോട്ട് പ്ലാന്റ്സുകൾ കൊടുക്കാമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോസാണ് കേട്ടോ. ഇനി അടുത്തത് പ്രക്കായി പെറ്റാണ്. പ്രക്കായി പെറ്റിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 700 ആണ്. അതുപോലെ തന്നെ പ്രക്കായി പെറ്റിൻ്റെ ഹെവി ബുഷായിട്ടുള്ള 3 ഷൂട്ടായിരിക്കും. 3 ഷൂട്ടിൻ്റെ ഹെവി ബുഷ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 1000 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ പിങ്ക് എമറാൾഡിൻ്റെ ഡബിൾ ഷൂട്ടായിട്ടുള്ള ബുഷി പോട്ടാണ് റേറ്റ് വരുന്നത് 700 ആണ്. ഇനി പിങ്ക് എമറാൾഡിൻ്റെ 3 ഷൂട്ടായിട്ടുള്ള 3 ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ഹെവി ബുഷാണ് കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റ് ആയിരിക്കും. നല്ല പോട്ട് നിറച്ചുണ്ടാവും കേട്ടോ. ഹെവി ബുഷായിട്ടുള്ള പ്ലാന്റിന് 3 ഷൂട്ടിൻ്റെ ഹെവി ബുഷ് പ്ലാന്റിന് റേറ്റ് വരുന്നത് 1000 റുപ്പീസാണ് കേട്ടോ. അതുപോലെ തന്നെ ലെഗസിയും ഇതുപോലെ തന്നെ വൈറ്റ് ലെഗസിയുടെ ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ബുഷി പോട്ട് റേറ്റ് വരുന്നത് 700 ആണ്. 3 ഷൂട്ടിൻ്റെ ഹെവി ബുഷായിട്ടുള്ള പ്ലാന്റ്സിന് പ്രൈസ് വരുന്നത് 1000 ആണ് പ്രൈസ് വരുന്നത്. ഈ റെഡ് അഗ്ലോണിമ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ, കാരണം ഇതൊക്കെ ഓൾറെഡി സോൾഡ് ഔട്ട് ആയതാണ്. ഇനി ഈ പ്ലാന്റ്സ് നമുക്ക് വരാനും ഇല്ല ഇന്ന്, അതുകൊണ്ടാണ് നമ്മളിത് കാണിക്കാത്തത് കേട്ടോ. തന്നെ പിങ്ക് പനാമയുടെ ബുഷി പോട്ട്, ഡബിൾ ഷൂട്ടിൻ്റെ ബുഷി പോട്ടും 3 ഷൂട്ടിൻ്റെ ബുഷി പോട്ടും എല്ലാം അവൈലബിൾ ആണ്. ഡബിൾ ഷൂട്ടിൻ്റെ ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് 700 ആണ്. 3 ഷൂട്ടിൻ്റെ ബുഷി പോട്ട് വരുന്നത് 1000 ആണ്. അതുപോലെ തന്നെ പീച്ച് പനാമ ബുഷി പോട്ട് അവൈലബിൾ ആണ്. 2 ഷൂട്ടിൻ്റെ ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് 700 ആണ്. 3 ഷൂട്ടിൻ്റെ ബുഷി പോട്ട് റേറ്റ് വരുന്നത് 1000 ആണ്. അതുപോലെ തന്നെ റെഡ് പനാമയും ബുഷി പോട്ട് അവൈലബിൾ ആണ്. സിംഗിൾ ഡബിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 700. 3 ഷൂട്ട് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 1000 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഓറഞ്ച്
സ്റ്റാർഡസ്റ്റ് ആണ് കേട്ടോ. കുറച്ച് റെയറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് സ്റ്റാർഡസ്റ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്. അപ്പോൾ ഓറഞ്ച് സ്റ്റാർഡസ്റ്റിൻ്റെ സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ്. സിംഗിൾ ഷൂട്ടിന് പ്രൈസ് വരുന്നത് 750 ആണ്. ബുഷി പോട്ട് ഡബിൾ ഷൂട്ടായിട്ടുള്ള ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് 1450 രൂപ, 1450 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പ്ലാന്റ്സുകൾ നടുമ്പോൾ തന്നെ പിറ്റേ ദിവസമൊക്കെ ചിലപ്പോൾ ഒരു ലീഫൊക്കെ പഴുത്ത് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ചില പ്ലാന്റ്സിലൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ലീഫൊക്കെ പഴുത്ത് പോകാറുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അതൊക്കെ നട്ട് കഴിയുമ്പോൾ ആ ഒരു ട്രാൻസിറ്റിൽ വരുന്ന ഒരു ക്ഷീണം കൊണ്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് കേട്ടോ അത് വരുന്നത്. അത് പേടിക്കേണ്ടതായിട്ടില്ല. അങ്ങനെ പഴുത്ത് വരുന്ന ലീഫ് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് സാഫൊക്കെ സ്പ്രേ ചെയ്തിട്ടാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ചെറിയൊരു സെയിൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലില്ലാത്തവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് പ്ലാനിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ. ലക്കി ഡ്രോ ആരെയൊക്കെയാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാമല്ലോ. വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുന്നേ. ആരെങ്കിലും ഭാഗ്യം ഉണ്ടായാലോ. എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ പറഞ്ഞല്ലോ, നാളെ നമുക്ക് സീഡ്ലിംഗ് പ്ലാന്റ്സിൻ്റെയും കലാത്തിയ പ്ലാന്റ്സുകളുടെ ഒരു വീഡിയോ നാളെ വരുന്നുണ്ട് കേട്ടോ. നാളത്തെ വീഡിയോ കാണാനായിട്ട് ആരും മറക്കരുത്. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. ഒരിക്കൽ കൂടി സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണാശംസകൾ നേരുന്നു. ബൈ ബൈ.